ജീവനക്കാർ പണിമുടക്കിയതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി ഉടൻ അവസാനിക്കില്ലെന്ന സൂചന നൽകി എയർ ഇന്ത്യ എക്സ്പ്രസ്. വരും ദിവസങ്ങളിൽ സർവീസ് നടത്തുന്ന വിമാനങ്ങളുടെ എണ്ണം കുറയ്ക്കുമെന്ന് കമ്പനി അറിയിക്കുന്നു. ജീവനക്കാർക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് സിഇഒ അലോക് സിംഗ് എഴുതിയ കത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ജീവനക്കാർ പണിമുടക്കിയതിനെ തുടർന്ന് UAE-യിൽ നിന്നുള്ള കൂടുതൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. വ്യാഴം, വെള്ളി, ശനി, തിങ്കൾ ദിവസങ്ങളിൽ പുറപ്പെടേണ്ട വിമാനങ്ങളാണ് റദ്ദാക്കിയത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. ബൽറാം, എന്തെങ്കിലും തരത്തിൽ ചർച്ചകളുടെ സാധ്യതയുണ്ടോ? ഏതെങ്കിലും ഒത്തുതീർപ്പിനുള്ള സാധ്യത കാണുന്നുണ്ടോ? സിഇഒയുടെ കത്തിൽ എന്താണ് പരാമർശിച്ചിരിക്കുന്നത്? വിജയകുമാർ, ഉടൻ തന്നെ ഒരു പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യത മുന്നിലില്ല എന്ന് തന്നെയാണ് കമ്പനിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരവും. ഒപ്പം തന്നെ കമ്പനിയുടെ തുടർ നീക്കങ്ങൾ, പ്രത്യേകിച്ച് സിഇഒ തന്നെ ജീവനക്കാർക്ക് അയച്ച കത്തിലും വ്യക്തമാകുന്നത്. ഈ കത്തിൽ പ്രതിസന്ധി ഉടൻ അവസാനിക്കില്ല എന്ന വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ സർവീസുകൾ വെട്ടിക്കുറയ്ക്കേണ്ടി വരും, വിമാന സർവീസുകളുടെ എണ്ണം കുറയ്ക്കേണ്ടി വരും എന്നാണ് ജീവനക്കാർക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് സിഇഒ അലോക് സിംഗ് എഴുതിയ ഈ കത്തിൽ വ്യക്തമാക്കുന്നത്. ജീവനക്കാരുടെ സമരത്തെ തുടർന്ന് നേരത്തെ ഷെഡ്യൂൾ ചെയ്ത സർവീസുകൾ പൂർത്തിയാക്കാൻ കഴിയുന്നില്ല എന്നും ഈ ഒരു ഘട്ടത്തിൽ കൂടുതൽ സർവീസുകൾ കുറയ്ക്കുകയല്ലാതെ മറ്റു വഴിയില്ല എന്നുള്ളതുമാണ് കമ്പനിക്ക് മുന്നിലുള്ള പ്രതിസന്ധി. ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഈ അവധിയെടുത്ത് പ്രതിഷേധിക്കുന്ന ഈ ജീവനക്കാരെ ബന്ധപ്പെടാൻ എയർ ഇന്ത്യ എക്സ്പ്രസ് പലതവണ ശ്രമിച്ചിരുന്നെങ്കിൽ പോലും അതിന് കഴിഞ്ഞില്ല. ഭൂരിഭാഗം പേരും മൊബൈൽ ഫോണുകൾ ഓഫ് ചെയ്തിരിക്കുകയാണ്. അവരെ ലഭ്യമായിട്ടില്ല കമ്പനിക്ക് ചർച്ചയ്ക്ക് പോലും എന്നുള്ളതാണ് സാഹചര്യം. ഇതിനെ തുടർന്ന് നിരവധി മലയാളികൾ അടക്കമുള്ള നിരവധി യാത്രക്കാർ അന്താരാഷ്ട്ര ആഭ്യന്തര സേവനങ്ങൾക്കായി ബുക്ക് ചെയ്തിരുന്നവർ കുടുങ്ങിക്കിടക്കുന്നു, പ്രതിസന്ധിയിലായിരിക്കുന്നു. ഇത് കൂടാതെ ലഭ്യമാകുന്ന വിവരം, വ്യാഴം, വെള്ളി, ശനി, തിങ്കൾ ദിവസങ്ങളിൽ പുറപ്പെടേണ്ട വിമാനങ്ങളും UAE-യിൽ നിന്നുള്ളവ റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ. നാളെ പുറപ്പെടേണ്ട അല്ലൈൻ കോഴിക്കോട് വിമാനം, വെള്ളിയാഴ്ച പുറപ്പെടേണ്ട റാസൽ ഖൈമ കണ്ണൂർ വിമാനം, ശനിയാഴ്ച പുറപ്പെടേണ്ട റാസൽ ഖൈമ കോഴിക്കോട് വിമാനം, അബുദാബി കണ്ണൂർ വിമാനം, കൂടാതെ തിങ്കളാഴ്ചയുള്ള ഷാർജ കണ്ണൂർ, അബുദാബി കണ്ണൂർ, ദുബായ് കോഴിക്കോട് എന്നീ വിമാന സർവീസുകൾ റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് സാഹചര്യം. എന്തായാലും പ്രതിസന്ധി പരിഹരിക്കാൻ സജീവ ശ്രമങ്ങൾ നടക്കുമ്പോഴും അത് എവിടെയും എത്തുന്നില്ല എന്നുള്ളതാണ് നിലവിലുള്ള അവസ്ഥ. വിജയകുമാർ, ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഫലം കാണുന്നില്ല എന്നാണ് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ വ്യാഴം, വെള്ളി, ശനി, തിങ്കൾ ദിവസങ്ങളിൽ UAE-യിൽ നിന്നുള്ള സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട് എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നു. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്. എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരം ഗൾഫിലെ യാത്രക്കാരെയും പ്രതിസന്ധിയിലാക്കി. മുന്നറിയിപ്പില്ലാതെ വിമാനം റദ്ദാക്കിയത് UAE, ഒമാൻ, സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ നിരവധി യാത്രക്കാരെയാണ് വലച്ചത്. വിമാനങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഗൾഫിലെ വിമാനത്താവളങ്ങളിൽ എത്തിയാണ് സർവീസ് നടത്തേണ്ടത്. അതിനാൽ തന്നെ സമരം ഗൾഫിൽ നിന്നുള്ള വിമാന സർവീസുകളെയും യാത്രക്കാരെയും വലിയ തോതിലാണ് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. ദുബായിൽ നിന്ന് കോഴിക്കോട്, അമൃത്സർ, തിരുച്ചിറപ്പള്ളി എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളും ഷാർജയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള സർവീസുകളും അബുദാബിയിൽ നിന്ന് തിരുവനന്തപുരം, കണ്ണൂർ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളും റാസൽ ഖൈമയിൽ നിന്നുള്ള സർവീസുകളുമാണ് റദ്ദാക്കിയത്. UAE-യിൽ നിന്ന് 30ഓളം എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളാണ് ഒരു ദിവസം സർവീസ് നടത്തേണ്ടത്. അതിനാൽ തന്നെ മുന്നറിയിപ്പില്ലാതെ വിമാനം റദ്ദാക്കിയത് നൂറുകണക്കിന് ആളുകളെയാണ് ദുരിതത്തിലാക്കുന്നത്. വിസ കാലാവധി കഴിഞ്ഞവരും അടിയന്തര സാഹചര്യത്തിൽ നാട്ടിലെത്തേണ്ടവരും ഉൾപ്പെടെയുള്ള ആളുകളാണ് വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നത്. പലരും വലിയ തുക ടിക്കറ്റിന് നൽകിയവരാണ്. ഇവർക്കൊന്നും കൃത്യമായ വിശദീകരണം നൽകാൻ എയർലൈൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്ന് യാത്രക്കാർ പരാതിപ്പെട്ടു. ഒമാൻ, സൗദി ഉൾപ്പെടെയുള്ള മറ്റ് GCC രാജ്യങ്ങളിലെ സർവീസുകളും മുടങ്ങിയിട്ടുണ്ട്. മസ്കറ്റിൽ നിന്ന് കണ്ണൂരിലേക്കും കൊച്ചിയിലേക്കും തിരുവനന്തപുരത്തേക്കുള്ള സർവീസുകളാണ് റദ്ദാക്കിയത്. ജിദ്ദയിൽ നിന്ന് കോഴിക്കോട്ടേക്കും ഹൈദരാബാദിലേക്കുള്ള വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. 24 ദുബായ്.